ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നരച്ച മുടിയുണ്ട്. അപ്പൊ നമുക്ക് എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നമുക്കത് വേരോടെ കറുപ്പിച്ചെടുക്കാൻ സാധിക്കും. പുതുതായിട്ട് വരുന്ന മുടി നല്ല കറുപ്പായിട്ട് തന്നെ വളർന്നു വരാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്നാ നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് നല്ലതുപോലെ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു കോട്ടന്റെ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ടവൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഒരു തുണിയിലേക്ക് ആ ചൂട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല വട്ടമുള്ള ഇതുപോലത്തെ കപ്പ് എടുക്കാം, അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ചൂടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ചെവി വേദന വരുന്ന സമയത്ത്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നീരിറങ്ങി കഴിഞ്ഞാൽ ചെവി വേദന വരുമല്ലോ, ആ ഒരു സമയത്ത് ഇതുപോലെ ആ ഒരു ചെവിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഗ്ലാസിന്റെ ഉള്ളിലാണ് ആ ചെവി ഇരിക്കുന്നത്. അപ്പൊ ഈ തുണിയിലുള്ള ചൂട് മുഴുവൻ ആ ചെവിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറുകയും അതോടൊപ്പം തന്നെ ചെവി വേദനയും മാറി കിട്ടുന്നതാണ്. അപ്പൊ ചെയ്തു നോക്കൂ. പൊതുവേ നമുക്ക് വേനൽക്കാലത്ത് കുക്കമ്പറിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ കുക്കമ്പർ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ കേട്ടോ. അപ്പൊ കട്ട് ചെയ്ത് വെച്ചുള്ളത് ഞാൻ ചെറിയ മിക്സി ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അല്പം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് അതിന്റെ നീര് മാത്രമാക്കി എടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു കുക്കമ്പറിന്റെ ഈ ഒരു നീര് നമ്മൾ വെയിലൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമുക്ക് ടയേർഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് ഡള്ളായി തോന്നുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു വെള്ളം നമ്മളൊന്ന് ഫേസിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റീഫ്രഷിങ് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇതുപോലെ ഒരു ഐസിന്റെ ട്രേയിലേക്ക് ഇത്രയും ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമുക്കത് ഐസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഐസാക്കി എടുത്ത ക്യൂബൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമുക്ക് വേണ്ടത് ആ സമയത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വെയിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഐസ് സ്കിന്നിൽ വെക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ഇതുപോലെ ഐസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലുള്ള ടാൻ റിമൂവ് ആവുന്നതാണ്. സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവാനും ടൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി കുക്കുംബർ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സമ്മറിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പകുതിയിലേറെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമുക്ക് കാലുവേദന, ജോയിന്റിലൊക്കെ ഉണ്ടാവുന്ന വേദന നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോട്ടിലെടുത്ത് അതിൽ വെള്ളം നിറച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്തുള്ള കേട്ടോ. ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഐസ് കട്ടായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് കാലിന്റെ വേദനയും അതായത് മുട്ടിലുണ്ടാവുന്ന വേദനയൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. ഞാനൊരു മാറ്റ് വെച്ചിട്ടുണ്ട്. ആ മാറ്റിലേക്ക് ഇതുപോലെ ആ ഒരു ബോട്ടിൽ വെച്ച് കൊടുത്ത് അതിന്റെ മുകളിൽ നമ്മൾ കാല് വെച്ചിട്ട് കാലുകൊണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കട്ടോ. ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് കാലിലേക്ക് പെട്ടെന്ന് തന്നെ തണുപ്പ് കയറുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ തണുപ്പ് നമുക്ക് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. അപ്പൊ കാലുവേദന ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നരച്ച മുടി ഉണ്ടായതുകൊണ്ട് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? ഇനി പലതും ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടവരോ, ഇനി കെമിക്കൽ ആയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് അലർജിയും മറ്റ് സൈഡ് എഫക്റ്റുകൾ വന്നവരാണെന്നുണ്ടെങ്കിലും, എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. ഞാനിപ്പോൾ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 നെല്ലിക്ക നമ്മൾ ഉണങ്ങിയ നെല്ലിക്കല്ല, പച്ച നെല്ലിക്ക തന്നെയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന്റെ സീഡ് നമുക്ക് ഒഴിവാക്കണമെന്ന് മാത്രം. നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയണ്ടാവും. തലമുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക. അതിൽ അയൺ കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഡൈ ആണെന്നുണ്ടെങ്കിലും ഫുഡായിട്ട് ജ്യൂസ് ആയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശരീരത്തേക്ക് അയൺ കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നെല്ലിക്ക നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഓർലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ മിക്സി ജാറൊന്നും എടുക്കുന്നില്ല. അതിലേറെ ഏറ്റവും നല്ലത് കല്ലിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. നെല്ലിക്ക ഒരുപാട് അരഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ പച്ച നെല്ലിക്ക ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും നന്നായിട്ടുണ്ടാവുക. ഉണങ്ങിയ നെല്ലിക്കേനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇതാണ് കേട്ടോ. അപ്പൊ ഈ ചതച്ചുള്ള എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തേണ്ടതുണ്ട്. അത് നല്ല കറിവേപ്പിലയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കറിവേപ്പില വേണം എടുക്കാനായിട്ട്. ഏകദേശം 2-3-4 തണ്ട് കറിവേപ്പില ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ തലമുടിക്ക് കറിവേപ്പില നല്ല രീതിയിൽ കരുത്തും കറുപ്പ് കളറും കൊടുക്കുന്നതാണ് കറിവേപ്പില. പിന്നെ നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില. പിന്നെ ഞാനിതാ ഈ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചീനച്ചട്ടി എടുക്കുന്ന സമയത്ത് അതിൽ എണ്ണമയം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം തുരുമ്പെടുത്തുള്ള രീതിയിലുള്ള ചീനച്ചട്ടിയാണ്. ഇതിൽ ഞാൻ ഒരിക്കൽ പോലും എണ്ണ ഒഴിച്ചിട്ടില്ല. ഞാൻ ഹെയർ ഡൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ള ചീനച്ചട്ടിയാണ്. അപ്പൊ ഈ ചതച്ച് വെച്ചതിലേക്ക് ഇനി നമുക്ക് ചായപ്പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. ഏകദേശം 2.5 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ചേർക്കുന്നുണ്ട്.
ചായപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോഫി പൊടി വേണമെങ്കിലും ചേർത്തി കൊടുക്കാം. ഇത്രയും ചേർത്തി കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൽ മറ്റു ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്തുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമ്പു 2-3 ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷത്തിന്റെ പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ടാണ് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ തിളച്ച് അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം. നമ്മൾ ചേർത്തിട്ടുള്ള നെല്ലിക്കയുടെയും അതേപോലെ തന്നെ നമ്മൾ ചായപ്പൊടി ചേർത്തിട്ടുണ്ട് അതെല്ലാം കളറ് ഇതുപോലെ കുറുകി വരണം. നല്ല കറുപ്പ് കളറാവുന്ന രീതിയിൽ വരെയായിരുന്നു കേട്ടോ എന്താ തിളപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ചേർത്താനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വീണ്ടും തിളച്ച് നമ്മളൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ലിക്വിഡ് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറുപ്പ് കളർ ആയിട്ടുള്ള ലിക്വിഡ് നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. തലമുടിയെ നമുക്ക് വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തലമുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ഉപയോഗപ്രദമായതാണ്. മുടി ഫാസ്റ്റായിട്ട് വളരാനും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി നല്ല കറുപ്പായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നീരൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ആ ഒരു ചണ്ടി ഉണ്ടല്ലോ, അത് പിഴിയുന്ന സമയത്ത് തന്നെ ഇനിയും അതിന് ആ ഒരു നീര് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ കയ്യിൽ കുറച്ച് സമയത്ത് ഈ ഒരു ഇത് പിടിക്കുന്ന സമയത്ത് തന്നെ കയ്യിലൊക്കെ നല്ല രീതിയിൽ കറുപ്പ് കളറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു കറ പിടിക്കുന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെയും കറിവേപ്പില അതേപോലെ തന്നെ ചായപ്പൊടിയുടെ കളറ് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയിൽ നമ്മളിത് സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മുടി കറുത്ത് വരുന്നതാണ് കേട്ടോ. അത് 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഏകദേശം ഒരു 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് മുടി കറുത്ത് വരുന്നതാണ്. ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാരണം എൻ്റെ വിരലിൽ കുറച്ച് സമയം തൊട്ടപ്പോൾ സമയത്ത് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു കറുപ്പ് കളർ വന്നിട്ടുണ്ട്. നമ്മുടെ മുടിയിൽ നമ്മൾ നരച്ച ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളൊരു 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ മുടി ഉറപ്പാണ് ആ നര കാണാതെ ആവുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.